എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് 10-ാം ഉദയമാണ്, ഹനുമത് ജയന്തിയാണ്, ചിത്രാ പൗർണമിയാണ്. ഈ 3 ആഘോഷങ്ങളുടെയും പ്രാർത്ഥനകളും ആശംസകളും എല്ലാവർക്കും നേരുന്നു. മേടം 10-ാം ഉദയത്തിന് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ നന്മകളും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഗായത്രി മന്ത്രം കൂടുതൽ ജപിക്കുക കഴിയുന്നത്ര. കൂടാതെ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാം. സന്താപനാശകരായ നമോ നമ, അന്ധകാരന്ധകരായ നമോ നമ, ആ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാം. സൂര്യദേവനെ പ്രാർത്ഥിക്കാം. കാരണം സൂര്യൻ ഏറ്റവും അത്യുച്ചത്തിൽ നിൽക്കുന്ന ദിവസമാണ് മേടം 10. അതാണ് 10-ാം ഉദയം. മേടം 10-ന് സൂര്യൻ എത്രയും ബലവാനാണോ അത്രയും ബലം ഇല്ലാതെ വരുന്ന ദിവസമാണ് തുലാം 10. ഈ രണ്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം സൂര്യന്റെ അനുഗ്രഹം, കാരണം പ്രപഞ്ച ശക്തികളിൽ കിട്ടുന്ന എല്ലാ ഊർജവും വരുന്നത് ആ ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ ആ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രപഞ്ചത്തിനെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. കൂടാതെ നവഗ്രഹങ്ങളുടെ നായകനാണ് സൂര്യഭഗവാൻ. എല്ലാം കൊണ്ടും ഇന്ന് നിങ്ങൾ സൂര്യഭഗവാനെ ഗായത്രി മന്ത്രമോ ഭൂർഭുവസ്വതത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് അത് ചൊല്ലാം. കൂടാതെ ആദിത്യ ഹൃദയമന്ത്രം അഗസ്ത്യമുനി ശ്രീരാമസ്വാമിക്ക് ആത്മവിശ്വാസത്തിനും ആത്മധൈര്യത്തിനും ഉപദേശിച്ച ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാം. മനസ്സിൽ ഉരുക്കഴിക്കാം. സൂര്യാസ്തമയം വരെ നമുക്കിതെല്ലാം ജപിക്കാം. കൂടാതെ ഇന്ന് വേറൊരു പ്രത്യേകത ഹനുമത് ജയന്തിയാണ്. ഹനുമാൻ സ്വാമിയും സൂര്യഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ഗുരുവാണ് സൂര്യഭഗവാൻ. സൂര്യഭഗവാനെ മഹാഗുരുവായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ത്രിമൂർത്തികളുടെ ചൈതന്യം വരെ സൂര്യഭഗവാനിൽ ഉണ്ടെന്നാണ് വിശ്വാസം. എല്ലാത്തിന്റെയും ഗുരുവാണ്. ഗുരുക്കന്മാരിൽ വെച്ചുള്ള മഹാഗുരുവായിട്ടാണ് സൂര്യഭഗവാനെ. അദ്ദേഹത്തിൽ നിന്നാണ് ഹനുമാൻ സ്വാമി സകല വിദ്യകളും നേടിയത്. അതും അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ബുക്ക് തുറന്നു വെച്ച് പിറകോട്ട് സഞ്ചരിച്ച് എത്ര ബുദ്ധിമുട്ടി, എത്ര ത്യാഗം, എത്ര ക്ലേശം അനുഭവിച്ചാണ് ഹനുമാൻ സ്വാമി സൂര്യഭഗവാനിൽ നിന്ന് വിദ്യ നേടിയതെന്ന് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അങ്ങനെ ആ ഹനുമാൻ സ്വാമിയുടെ ജയന്തിയും ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ കാണപ്പെട്ട ഈ 2 ദൈവങ്ങളെയും നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടാതെ നമുക്ക് മനസമാധാനം, ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി മാത്രമല്ലല്ലോ സമാധാനം. ഇന്നത്തെ ഏറ്റവും വലിയ എല്ലാവരുടെയും ലക്ഷ്യം സാമ്പത്തികമായി നമ്മൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണം. അത് മാത്രം പോരല്ലോ. ധനം നമുക്ക് വേണം. പക്ഷേ ധനത്തിന്റെ പിറകെ പായുന്നതിൽ നല്ലത് ധനം നമ്മുടെ പിറകെ വരട്ടെ എന്നാണ്. കാരണം നമ്മൾ കഠിനമായി അധ്വാനിച്ചാൽ ധനം വരും, അത് നമുക്ക് സമാധാനം തരും. അപ്പോൾ ധനം മാത്രം പോരാ, നമുക്ക് മനസ്സമാധാനത്തിന് വേറെ പല കാര്യങ്ങൾ വേണം. അപ്പോൾ എല്ലാം ജീവിതത്തിൽ വേണ്ടത് സന്തോഷവും സമാധാനവും. അതിനായി നമുക്ക് ഇന്നത്തെ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ചിത്രാ പൗർണമിയാണ് ഇന്ന്. പൂർണ്ണ നിലാവാണ്. ചിത്രാ പൗർണമി ഉത്സവം നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ അവിടെ. അപ്പം ചിത്രാ പൗർണമിയുമാണ്. എല്ലാം കൊണ്ട് ഇന്നൊരു നല്ല ദിവസമാണ്. ഈ 10-ാം ഉദയത്തിനാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാം. പുതിയ സംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ദിവസവും ഈ 10-ാം ഉദയം നല്ലതാണെന്ന് പറയും. അതിന് നമ്മൾ വേറെ മുഹൂർത്തം ഒന്നും നോക്കണ്ട. ഒത്തിരി പേരുടെ വീടുകൾ ഇന്ന് പാലുകാച്ചൽ ഉണ്ടാവും. കാരണം 10-ാം ഉദയത്തിന് പാല് കാച്ചുന്നതും കല്യാണത്തിനൊന്നും മുഹൂർത്തം നോക്കണ്ടെന്നാ പറയുന്നത്. അത്രയ്ക്ക് ശുഭമായ ദിവസമാണ് ഇന്ന്. അപ്പൊ ഈ ദിവസം നമ്മുടെ കുട്ടികളെ ആണേലും നമ്മളാണേലും പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം ചിലവഴിക്കണം. പ്രത്യേകിച്ച് സൂര്യഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും. അവർക്ക് 2 പേർക്കും പ്രത്യേകതയുള്ള ദിവസമാണല്ലോ. ഹനുമാൻ സ്വാമിയുടെ മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഈ നാമവും ജപിക്കാം. അങ്ങനെ ഈ 2 ദൈവങ്ങളെയും ഇന്ന് ജപിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ ഓരോ ദിവസങ്ങൾക്കും നമുക്ക് പ്രത്യേകതകൾ ഉണ്ടല്ലോ. അത് ഇന്നത്തെ ദിവസത്തിന്റെ ഈ 3 ആഘോഷങ്ങളുടെയും കൂടി ഒരു സംഗമമാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സമയം
അതിനുവേണ്ടി കുറച്ച് സമയം നിങ്ങൾ ഈ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുവാനായി ചെലവഴിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഒന്ന് മാറ്റിവെക്കണം. കാരണം ഇന്നത് നമ്മുടെ മനസ്സിൽ കാണപ്പെട്ട ദൈവമായ സൂര്യഭഗവാനെ ജപിക്കുന്നത് കൊണ്ട് നമുക്ക് നന്മയെ വരികയുള്ളൂ. നമുക്ക് ആ ഒരു ശക്തി ലഭിക്കും, മനസമാധാനം ലഭിക്കുവാനും ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും അവരവരുടെ കർത്തവ്യം നിർവഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് 4 വരി സൂര്യഭഗവാനെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥന ചൊല്ലുവാണ് ഞാൻ. ആദിത്യ സ്തോത്രമാണ്. 4 വരിയേ ഉള്ളൂ. അർക്ക സൂര്യ ദിവാകര ഭുവനത്രയത്തിനു നായക ഉൾക്കൂരുന്നിലുദിക്ക നിൻ കൃപ എപ്പോഴും മമ ദൈവമേ. ദുഷ്കൃതങ്ങളൊഴിച്ചുമാം പരിരക്ഷ ചെയ്വതിനായി മുദാ സൂര്യദേവ ദിനേശ ഭാസ്കര ദ്വാദശാത്മ നമോസ്തുതേ. അർക്ക സൂര്യ ദിവാകര ഭുവനത്രയത്തിനു നായക ഉൾക്കൂരുന്നിലുദിക്ക നിൻ കൃപ എപ്പോഴും മമ ദൈവമേ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു.